മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കൂറുമാറ്റത്തെ തുടർന്ന് 2 പേരുടെ അംഗത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. 11, 18 വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് വിജയിക്കുകയും പിന്നീട് ഇടതുപാളയത്തിലേക്ക് കൂറുമാറുകയും ചെയ്ത 2 അംഗങ്ങളുടെ അംഗത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 11ാം വാർഡായ മൂലക്കടയിൽ നിന്ന് മത്സരിച്ച എം രാജേന്ദ്രൻ, 18ാം വാർഡായ നടയാറിൽ നിന്ന് മത്സരിച്ച പ്രവീണ രവികുമാർ എന്നിവരുടെ അംഗത്വമായിരുന്നു കമ്മീഷൻ റദ്ദാക്കിയത്. ഇതിനോടകം നിരവധി തവണ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മൂന്നാർ പഞ്ചായത്തിൽ ഏറെ വാശിയോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നടരാജനും LDF സ്ഥാനാർത്ഥിയായി അയ്യപ്പനും BJP സ്ഥാനാർത്ഥിയായി N സുഭാഷും മത്സരിക്കുന്നു. 18ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലക്ഷ്മിയും LDF സ്ഥാനാർത്ഥിയായി നവനീതം രാജനും മത്സരിക്കുന്നു. ഇരു വാർഡുകളിലും മുന്നണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാശിയേറിയ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 1380 വോട്ടർമാരാണ് 18ാം വാർഡിലുള്ളത്. 11ാം വാർഡിൽ 804 വോട്ടർമാരുണ്ട്. ഇന്ന് നടന്ന വോട്ടെടുപ്പിനായി 11ാം വാർഡിൽ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളും 18ാം വാർഡിൽ നടയാർ LP സ്കൂളിലുമായിട്ടായിരുന്നു പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നത്. നിലവിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ആണ് ഭരണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.